നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇലങ്ങിയെയാണ്. വളരെ പുരാണ പ്രസിദ്ധമായ ഒരു നിത്യഹരിത സുഗന്ധ പൂമരമാണ് ഇലങ്ങി. ആയുർവേദത്തിൽ ദന്തരോഗങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും ഇലങ്ങി ഉപയോഗിച്ചു വരുന്നു. ക്ഷേത്രമുറ്റങ്ങളിലാണ് ഇത് കൂടുതലായി വെച്ച് പിടിപ്പിക്കാറുള്ളത്. ഹിന്ദു മതപ്രകാരം അനിഴം നക്ഷത്രക്കാരുടെ വൃക്ഷമാണ് ഇലങ്ങി. സപ്പോട്ടേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം മൈമോസുപ്സ് ഏലാഞ്ചി എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ചിരപുഷ്പ, മധുപുഷ്പി, ശിവമല്ലി, ബകുള എന്നൊക്കെയാണ് നാമധേയങ്ങളുള്ളത്. ദക്ഷിണേന്ത്യയിലും ബർമയിലും സിലോണിലുമൊക്കെയാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. തണൽ വൃക്ഷമായതുകൊണ്ടും പൂക്കളുടെ സുഗന്ധം കൊണ്ടും കേരളത്തിലെ വീട്ടുമുറ്റങ്ങളിൽ ഇത് വെച്ച് പിടിപ്പിക്കാറുണ്ട്. കടും ചാരനിറത്തിലുള്ള ഇതിൻ്റെ തൊലി വളരെ പരുപരുത്തതാണ്. നിറുകെയുള്ള ആഴത്തിലുള്ള വിള്ളലുകൾ ഇതിൻ്റെ പ്രത്യേകതയാണ്. തടിയുടെ വെള്ള മങ്ങിയ ചുവപ്പ് നിറവും അതിൻ്റെ കാതലിന് മാംസത്തിന് നിറവുമാണുള്ളത്. ഇതിൻ്റെ കാതൽ വളരെ ഈടും ഉറപ്പും സാന്ദ്രതയും ഒക്കെ കൂടിയതിനാൽ മിനുസപ്പണികൾക്കും അതുപോലെ കൊത്തുപണികൾക്കുമൊക്കെ ഇലങ്ങിയുടെ കാതൽ ഉപയോഗിച്ചു വരാറുണ്ട്. കടും പച്ച നിറത്തിലുള്ള ഇതിൻ്റെ ഇലകൾ വളരെ നീളമുള്ളതും അഗ്രം കൂർത്തുമാണ് ഇരിക്കുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇത് പൂവിടാറുള്ളത്. ഇതിൻ്റെ പൂവിന് വളരെ സുഗന്ധമാണുള്ളത്. വെളുത്ത നിറത്തിലുള്ള ഇതിൻ്റെ പുഷ്പത്തിൻ്റെ വളരെ ചെറിയ ദളങ്ങളാണ് ഉണ്ടാവുക. അത് 8 മുതൽ 34 വരെ ദളങ്ങൾ ഒരു 2 ചുറ്റാകൃതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പൂക്കൾക്ക് നക്ഷത്രാകൃതിയാണുള്ളത്. പൂക്കാലമായാൽ മരത്തിൻ്റെ ചുവട്ടിൽ നിറയെ പൂക്കളായിരിക്കും. വാടിയാലും ഇതിൻ്റെ സുഗന്ധം അതേപോലെ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് സ്ത്രീകൾ ഇത് തലയിൽ ചൂടുവാൻ ഉപയോഗിക്കാറുണ്ട്. ഒക്ടോബർ മാസമാകുമ്പോൾ ഓറഞ്ച് നിറത്തിലുള്ള മാംസളമായ പഴം പാകമാകും. ആ പഴങ്കാമ്പ് ഭക്ഷ്യയോഗ്യമാണ്. ആ പഴത്തിനുള്ളിൽ കടും ചുവപ്പ് നിറത്തിലുള്ള വിത്ത് കാണാൻ സാധിക്കും. ഇലങ്ങിയുടെ തൊലിയിൽ ടാനിൻ, വാക്സ്, സ്റ്റാർച്ച് തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വിത്തിൽ സാപ്പോണിൻ എന്ന ഘടകവുമുണ്ട്. അതുപോലെ ഇതിൻ്റെ പൂവിൽ വളരെ സുഗന്ധപൂരിതമായ തൈലമുണ്ട്. അത് അത്തർ ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇലങ്ങിയുടെ പൂ വിഷഹരവും സ്നിഗ്ധവുമാണ്. ഇത് ശരീരത്തെ പുഷ്ടിപ്പിക്കുന്നു. ഇതിൻ്റെ വിത്ത് വിരേചന സ്വഭാവമുള്ളതാണ്. അതുപോലെ പല്ലിന് നല്ല ബലം കൊടുക്കുവാനും സഹായിക്കുന്നു. ഇലങ്ങിയുടെ തൊലി പനി, വ്രണം അതുപോലെ കൃമിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. തൊലി, പൂവ്, ഇതിൻ്റെ ഫലം, വിത്ത് ഒക്കെയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ ഔഷധമൂല്യത്തെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഇലഞ്ഞിയെ പറ്റി പറയുമ്പോൾ ഈ അരോമ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരും ഇന്ദ്രിയങ്ങളിൽ അത് പടർന്നു വന്ന കവിതകൾ, പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അതൊരു ഒറ്റ ശാസ്ത്രീയം തന്നെ അരോമ തെറാപ്പി. അതിൻ്റെ ഈ മണം തന്നെ ശരീരത്തിൻ്റെ പല പല ധാതുക്കളെയും ടിഷ്യൂസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. ഇതൊരു വിഷശമനമാണ്. മാത്രമല്ല ഇതിൻ്റെ ഇന്ന് ഏറ്റവും അധികം പ്രയോഗം ഈ ദന്തരോഗങ്ങളിലാണ്, മോണരോഗങ്ങളിലാണ്. ഇത് ഈ പല്ല് വേദനയ്ക്ക് അല്ലെങ്കിൽ ഈ മോണയ്ക്ക് പഴുപ്പുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതുകൊണ്ട് കുലുക്കുഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഇന്ന് പല പൽപ്പൊടികളിലും ഈ ഇതിൻ്റെ പൊടി ചേർക്കും. ഇതിൻ്റെ ഈ ബാർക്ക് അല്ലെങ്കിൽ കമ്പെടുത്തിട്ട് പൊടിച്ചിട്ട് പൽപ്പൊടിയായിട്ട് ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ ഈ ഇലഞ്ഞിയുടെ പൂവ് അത് വെറുതെ കളയണം. പക്ഷേ ഈ ഇലഞ്ഞിയുടെ പൂവിന് നല്ല ഗുണമുണ്ട്. ഈ ഇലഞ്ഞിയുടെ പൂവ് എടുത്ത് ഉണക്കി പൊടിച്ച് വയ്ക്കാം. ഈ ഉണക്കി പൊടിച്ച് വെച്ചത് ഒരു 2 ടീസ്പൂൺ പാലിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രസവിച്ച് കിടന്ന സ്ത്രീകൾക്ക് മുലപ്പാലുണ്ടാകും. അതുപോലെ തന്നെ ഇതൊരു 2 ടീസ്പൂണ് കുറച്ച് തേനും കൽക്കണ്ടും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ശുക്ലധാതുവിനെ വർദ്ധിപ്പിക്കുന്നതാണ്.